നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. MLA കനിഞ്ഞു. മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലേക്കും പൊതു ലൈബ്രറികളിലേക്കും 2.25 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി. താനൂരിൽ സർഫാസി വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഭയപ്പാടില്ലാതെ പരീക്ഷയെ എങ്ങനെ നേരിടാം മോട്ടിവേഷൻ ക്ലാസ് ശ്രദ്ധേയമായി. പട്ടരുപ്പറമ്പ് മുതൽ ഹെൽത്ത് സെന്റർ വഴി കനോലി കനാൽ വരെയുള്ള റോഡിന്റെ നിർമ്മാണം തുടങ്ങി. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നാരോപിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ബഹുജന കൂട്ടായ്മയും. വിശദമായ വാർത്തകൾ. കുറുക്കോളി മൊയ്തീൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 2.25 ലക്ഷം രൂപ നീക്കിവെച്ച് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലേക്കും പൊതു ലൈബ്രറികളിലേക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. 21 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും 3 പൊതു ലൈബ്രറികളിലേക്കുമാണ് പുസ്തകങ്ങൾ നൽകിയത്. കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറുക്കോളി മൊയ്തീൻ MLA പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 21 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും 3 പൊതു ലൈബ്രറികളിലേക്കുമാണ് പുസ്തകങ്ങൾ നൽകിയത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് അധ്യക്ഷത വഹിച്ചു. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC നജ്മത്ത് കുറ്റിപ്പുറം, AO VK ഹരീഷ്, HMP സീനി, PTA പ്രസിഡന്റ് AP മുസ്തഫ, അബ്ദുൽ ഖാദർ കുന്നത്ത്, രാമചന്ദ്രൻ നെല്ലിക്കുന്ന്, അട്ടിയാട്ടിൽ ബഷീർ, K രായിൻ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി. സർഫാസി വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ചു. താനൂർ പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിലാണ് താനൂർ മണ്ഡലം സർഫാസി വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ചത്. PJ മാനുവൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കിടപ്പാടം ബാങ്കിൽ പണയം വെച്ച് ലോണെടുത്ത് കഴിയുന്നത്ര പണം പലിശയായി കൊടുത്തിട്ടും കോവിഡ് പോലുള്ള മഹാമാരിയിൽപ്പെട്ട് ലോൺ അടയ്ക്കാൻ കഴിയാതെ വന്നവർക്കെതിരെ ജപ്തി നടപടിയുമായി ബാങ്കുകൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ അത്തരം ആളുകളെ സഹായിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ താനൂർ മണ്ഡലം സർഫാസി വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ചു. PJ മാനുവൽ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭാരവാഹി VC ജെന്നി മാഡം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കൺവീനർ സലീം തിരൂർ അധ്യക്ഷത വഹിച്ചു. PT ഉണ്ണിരാജ സ്വാഗതവും വടക്കേൽ ബാപ്പു നന്ദിയും പറഞ്ഞു. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വെട്ടന്യൂസ് താനൂർ. SSLC+2 പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭയപ്പാടില്ലാതെ പരീക്ഷയെ എങ്ങനെ നേരിടാമെന്ന വിഷയത്തിൽ SDPI നിറമരുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. മണ്ഡലം സെക്രട്ടറി ഫിറോസ് നൂർ മൈതാനം ഉദ്ഘാടനം ചെയ്തു. SDPI നിറമരുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസ് മണ്ഡലം സെക്രട്ടറി ഫിറോസ് നൂർ മൈതാനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഫാത്തിമ സഹാന ക്ലാസ് എടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി കുഞ്ഞലവി, K അബ്ദുറഹ്മാൻ, ആബിദ് സക്കീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വെട്ടന്യൂസ് താനൂർ. താനാളൂർ പഞ്ചായത്തിലെ പട്ടരുപ്പറമ്പ് മുതൽ ഹെൽത്ത് സെന്റർ വഴി കനോലി കനാൽ വരെയുള്ള റോഡിന്റെ നിർമ്മാണം തുടങ്ങി. പദ്ധതിക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ ഹെൽത്ത് സെന്ററിലേക്ക് വരുന്ന രോഗികൾക്ക് ഉൾപ്പെടെ യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകും. പട്ടരുപ്പറമ്പ് മുതൽ ഹെൽത്ത് സെന്റർ വഴി കനോലി കനാൽ വരെയുള്ള റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ V ഖാദർകുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ബഷീർ, സുലൈമാൻ ചാത്തേരി, K ഫാത്തിമ ബീവി തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് താനൂർ. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ബഹുജന കൂട്ടായ്മയും നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ CPM ഏരിയ കമ്മിറ്റി അംഗം KT ശശി ഉദ്ഘാടനം ചെയ്തു. NCP മണ്ഡലം പ്രസിഡന്റ് ഹംസു മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് സിദ്ദിഖാര അമീർ, AP ബഷീർ, കുമാരൻ താനൂർ, K വിവേകാനന്ദൻ, സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. AP രാമൻ സ്വാഗതവും P അജയൻ നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.